Hi, this is Dr. Senti from Shafsan Advanced Dental Care, ഒറ്റപ്പാലം വരോട്. ഇന്ന് നമുക്കെല്ലാവർക്കും ഏറ്റവും കൂടുതൽ സുപരിചിതമായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എന്നാൽ നമ്മൾ തീരെ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു ടോപ്പിക്കും കൂടിയിട്ടാണ്. നമുക്കറിയാം, ജീവിതത്തിലെ എല്ലാവർക്കും ജീവിതത്തിലെ ഒരു ഘട്ടത്തിൽ പല്ലുകൾ നഷ്ടപ്പെടുന്നവരാണ്. ഈ നഷ്ടപ്പെട്ടു പോയ പല്ലുകൾ തിരിച്ചു വെച്ച് കൊടുക്കേണ്ടത് അനിവാര്യമാണോ? ഇത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടല്ലേ. അപ്പോൾ പല്ലുകൾ തിരിച്ചു വെച്ച് കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? പല്ലുകൾ തിരിച്ചു വെച്ച് കൊടുത്തില്ലെങ്കിൽ ഒന്ന്, നമ്മുടെ ഭക്ഷണക്രമം പരിമിതമാകുന്നു. പ്രത്യേകിച്ച് അണപ്പല്ലുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഭക്ഷണം ചവച്ചരച്ച് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നു. ചവച്ചരച്ച് കഴിച്ചില്ലെങ്കിലോ ദഹനത്തെ ബാധിക്കുന്നു. ഭക്ഷണക്രമം തന്നെ പരിമിതമാകുന്നു. 2, മറ്റു പല്ലുകളുടെ നിരതെറ്റൽ. അതായത് നഷ്ടപ്പെട്ടു പോയ പല്ലുകളുടെ അടുത്തുള്ള പല്ലുകൾ അവ നിരതെറ്റി നഷ്ടപ്പെട്ടു പോയ സ്ഥാനത്തേക്ക് ചെരിഞ്ഞു വരാനും, അതുപോലെ നഷ്ടപ്പെട്ട പല്ലിൻ്റെ തൊട്ടു മുകളിലുള്ള പല്ല് താഴേക്ക് ഇറങ്ങി വരാനും, അതിൻ്റെ വേര് താഴേക്ക് ഇറങ്ങി വരാനും, അതുമൂലം ഈ പല്ലുകളുടെ ഇടഭാഗത്തേക്ക് ഫുഡുകൾ കയറാനും അവിടെ കേടുവരാനും, പിന്നീട് മോണയ്ക്ക് ചുറ്റും പഴുപ്പ് വരാനും, അങ്ങനെ ആ പല്ല് പതുക്കെ ഇളകാനും, അങ്ങനെ മുകളിലത്തെ പല്ല് എടുത്തു കളയാനും അത് കാരണമാകുന്നു. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള പല്ലുകൾ ചെരിഞ്ഞു വരാനും ഇത് കാരണമാകുന്നു. 3, നമുക്കറിയാം, ഒരു സൈഡിലെ പല്ല് നഷ്ടമായി കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും അപ്പുറത്തുള്ള സൈഡാണ് യൂസ് ചെയ്യുക ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ ഒരു സൈഡ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് നമ്മളുടെ ജോയിൻറ്റിനെ ബാധിക്കുന്നു. അപ്പോൾ അതുമൂലം നമ്മുടെ താടിയെല്ലുമായി ബന്ധിക്കുന്ന ടെമ്പറോമാൻഡിബുലർ ജോയിൻറ്റ് അതിന് തേയ്മാനം വരാനും അവിടെ വേദന ഉണ്ടാവാനും കാരണമാകുന്നു. അതുപോലെ തന്നെ TMJ ഡിസോർഡേഴ്സ് ഉണ്ടാവാനും ഇത് കാരണമാകുന്നു. 4, നമ്മുടെ ആത്മവിശ്വാസത്തെ, പുഞ്ചിരിക്കാനും സംസാരിക്കാനുമുള്ള ആത്മവിശ്വാസത്തെ ഇത് ബാധിക്കുന്നു. മറ്റൊരു കാരണം, പല്ലുകൾ എടുത്തു കളയുന്നതിനനുസരിച്ച് നമ്മുടെ കവിളുകൾ ഒട്ടാനും കാലവാർദ്ധക്യം നമ്മളെ പിടിപെടാനും ഇത് കാരണമാകുന്നു. നമ്മുടെ കവിളുകൾ തുടുത്തിരിക്കാൻ ഒരു കാരണം നമ്മുടെ പല്ലുകൾ തന്നെയാണ്. അപ്പോൾ പല്ലുകൾ എടുത്തു കളയുന്നതനുസരിച്ച് നമ്മുടെ കവിളുകൾ ഒട്ടുകയും വാർദ്ധക്യം നേരത്തെ എടുത്ത് കാണിക്കാനും ഇത് കാരണമാകുന്നു. അപ്പോൾ എന്താണ് നമുക്കിതിനുള്ള ട്രീറ്റ്മെൻറ്റ്? നമുക്ക് ട്രീറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത് 1, ദന്ത സെറ്റുകൾ. അതായത് അഴിച്ചു വയ്ക്കാനും തിരിച്ചു വയ്ക്കാനും പറ്റുന്ന ദന്ത സെറ്റുകൾ. അത് 1, 2 പല്ലോ ആയിട്ടോ അതോ ഫുൾ സെറ്റായിട്ടോ നമുക്കിത് ലഭ്യമാണ്. 2, ഫിക്സ്ഡ് പാർഷ്യൽ ഡെൻച്ചേഴ്സ്. അതായത് ഡെൻറ്റൽ ബ്രിഡ്ജുകൾ അടുത്തുള്ള പല്ലുകളുടെ സഹായത്തോടെ ഉറപ്പിച്ച് വയ്ക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഫിക്സ്ഡ് പാർഷ്യൽ ഡെൻച്ചർ. ഇത് ഉറപ്പിച്ച് വയ്ക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. അതുപോലെ തന്നെ ഡെൻറ്റൽ ഇംപ്ലാന്റ്. ഇതൊരു സർജിക്കൽ ട്രീറ്റ്മെൻറ്റാണ്. അത്യാധുനികമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ചികിത്സാ രീതിയാണ്. നഷ്ടപ്പെട്ടു പോയ പല്ലുകളുടെ വേരുകളുടെ സ്ഥാനത്തേക്ക് ഒരു സ്ക്രൂ ഇട്ട് ഉറപ്പിക്കുകയും അതുപോലെ തന്നെ ഒരു ക്യാപ്പിട്ട് ആ പല്ല് നമുക്ക് പൂർണ്ണ രൂപത്തിലേക്ക് ആക്കിയെടുക്കുകയും ചെയ്യാവുന്നതാണ്. അതൊരു സർജിക്കൽ ട്രീറ്റ്മെൻറ്റാണ്. ഇതാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റായിട്ട് വരുന്നത്. അപ്പോൾ നഷ്ടപ്പെട്ടു പോയ പല്ലുകൾ പോട്ടെ എന്ന് വെച്ചിരിക്കാതെ എത്രയും പെട്ടെന്ന് അതിൻ്റെ വരുംവരായകകളെല്ലാം അറിഞ്ഞ് പല്ലുകൾ തിരിച്ചു വെച്ചു കൊടുത്ത് നിങ്ങളുടെ ആത്മവിശ്വാസം, നിങ്ങളുടെ പുഞ്ചിരിയും തിരിച്ചെടുക്കുക.